+1 പ്രവേശനത്തിൽ വേണ്ടത് ശാശ്വത പരിഹാരമെന്നും സർക്കാർ പാലക്കാട് ജില്ലയോട് കാണിക്കുന്നത് വിദ്യാഭ്യാസ വിവേചനമെന്നും ഫ്രട്ടേണിറ്റി മൂവ്മെന്റ്. താൽക്കാലിക ബാച്ച് അനുവദിച്ചുള്ള താൽക്കാലിക പരിഹാരം വിദ്യാഭ്യാസത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നും ജില്ലാ പ്രസിഡന്റ് ആബിന്ദ് വല്ലപ്പുഴ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ജില്ലയിൽ SSLC പാസ്സായ 39,809 വിദ്യാർത്ഥികളിൽ +1 പ്രവേശനം ലഭിക്കുക 24,150 പേർക്ക് മാത്രമാണ്. VHSC 1,725, ITI 2,468, പോളിടെക്നിക് 480 എന്നീ സീറ്റുകൾ ചേർത്താൽ തന്നെ 10,986 വിദ്യാർത്ഥികൾക്ക് പ്രവേശനം ലഭിക്കാത്ത സ്ഥിതിയാണ് ഉള്ളതെന്ന് സംഘടനാ ഭാരവാഹികൾ ആരോപിച്ചു. കാലങ്ങളായി നിലനിൽക്കുന്ന പ്രശ്നത്തിന് പരിഹാരമായി താൽക്കാലിക ബാച്ച് അനുവദിച്ച് രക്ഷപ്പെടുന്ന സ്ഥിതി വിദ്യാർത്ഥികളെ സാരമായി ബാധിക്കും. അന്താരാഷ്ട്ര മാനദണ്ഡമനുസരിച്ച് വിദ്യാർത്ഥി അധ്യാപക അനുപാതം 1:40 കേരളത്തിൽ ഇത് 1:50. സർക്കാർ നടത്തുന്ന താൽക്കാലിക പരിഹാരത്തിൽ 65-ലധികം വിദ്യാർത്ഥികൾ ഒരു ക്ലാസ്സിലിരിക്കേണ്ട സ്ഥിതിയാവും ഉണ്ടാവുക. ഇത് വിദ്യാഭ്യാസത്തെ പ്രതികൂലമായി ബാധിക്കും. പാലക്കാട് ജില്ലയോടുള്ള വിദ്യാഭ്യാസ അനീതി അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് മെയ് 23-ന് കളക്ടറേറ്റ് മാർച്ച് നടത്തുമെന്നും ആബിദ് വല്ലപ്പുഴ പറഞ്ഞു. സർക്കാരുകൾ മാറി മാറി വരുന്നിട്ടും ചില പൊടിക്കൈകൾ, അത് പ്രത്യേകിച്ച് താൽക്കാലിക ബാച്ചുകളായിക്കൊണ്ടും സീറ്റും 30%, 30% സീറ്റ് വർധനവും മുന്നിൽ വെച്ചുകൊണ്ടാണ് സർക്കാരുകൾ ഇതിനെ പലപ്പോഴും മറികടക്കാൻ ശ്രമിക്കാറുള്ളത്. എന്നാൽ ഇത്രയൊക്കെ ശ്രമങ്ങൾ നടന്നിട്ടും സർക്കാരിൻ്റെ ശ്രമങ്ങൾ മുന്നോട്ട് പോയിട്ടില്ല എന്നുള്ളതും നമ്മുടെ മുന്നിലുള്ള വസ്തുതയാണ്. ഏറ്റവും അവസാനം കഴിഞ്ഞ വർഷം സാധാരണഗതിയിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി ഉണ്ടാവാറുള്ളത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള മലപ്പുറം ജില്ലയിലാണ്, രണ്ടാമത് പാലക്കാട് ജില്ലയിലാണ്. കഴിഞ്ഞ വർഷം അവസാനം വിദ്യാഭ്യാസ വകുപ്പും അതിൻ്റെ മന്ത്രി ശിവൻകുട്ടിയും കഴിഞ്ഞ വർഷം പറഞ്ഞ മലപ്പുറം ജില്ലയിൽ പോലും കാര്യമായ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല എന്നും പറഞ്ഞ സമയത്ത് മന്ത്രിയുടെ പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയുടെ SFIയുടെ ദേശീയ പ്രസിഡന്റ് VP സാനു മലപ്പുറത്ത് മാധ്യമങ്ങളെ വിളിച്ചുകൊണ്ട് അങ്ങനെയല്ല, ഇവിടെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് എന്ന് സമ്മതിക്കേണ്ടി വന്നതും നമ്മുടെ മുന്നിലുണ്ട്. ഈ വർഷവും SSLC റിസൾട്ട് വന്നു. അതിൻ്റെ +1 ഏകജാലക പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിലവിലുള്ള സീറ്റുകളും ജയിച്ച വിദ്യാർത്ഥികളുടെ എണ്ണവും വെച്ച് നോക്കുമ്പോൾ 10,000-ലധികം വിദ്യാർത്ഥികൾക്ക് പാലക്കാട് ജില്ലയിൽ +1 സീറ്റില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ഈ ഒരു +1 പ്രക്രിയ +1 അപേക്ഷിക്കാനുള്ള സമയം പരിധി തീരുന്ന സമയത്ത് ഇതിൽ ശാശ്വതമായിട്ടുള്ള പരിഹാരം വേണം. ജില്ലാ ജനറൽ സെക്രട്ടറി റസീന ആലത്തൂർ, വൈസ് പ്രസിഡന്റ് EP സഹല, അമീർ സുലൈമാൻ, സിറാജുൽ ഹസൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.